കേരള വാട്ടർ അതോറിറ്റി ജീവനക്കാർ നടത്തുന്ന ഒരു ബിരിയാണി ചലഞ്ചിലാണ് നമ്മൾ ഇന്നുള്ളത്. ആ ബിരിയാണി ചലഞ്ച് ആർക്ക് വേണ്ടിയാണെന്നും എങ്ങനെയാണെന്നും എന്തിനാണെന്നും ഒക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. തിരുവനന്തപുരത്തെ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷനാണ് ബിരിയാണി ചലഞ്ചുമായി രംഗത്തെത്തിയത്. രണ്ടായിരം പേർക്കുള്ള ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കി പാക്ക് ചെയ്തത്. ഒരു ബിരിയാണിക്ക് 120 രൂപ വീതമാണ് ഈടാക്കുന്നത്. ഇത് ജില്ലയിലെ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് തന്നെ വിൽക്കും. അതുകൊണ്ട് ഇന്നേ ദിവസം ജീവനക്കാർ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി. ചിക്കൻ കഴിക്കാത്തവർക്കായി വെജ് ബിരിയാണിയുമുണ്ട്. വിറ്റ് കിട്ടുന്ന പണം ജില്ലയിലെ നിർധന കുടുംബങ്ങളിലെ ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കും. അവരുടെ എല്ലാം ഒരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് പുറത്ത് പോയി പുറം ലോകം ഒന്ന് കാണണം എന്നാണ് അവരെല്ലാം ആവശ്യപ്പെടുന്നതോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ആവശ്യമാണ് ഇതുവഴി നമ്മൾ ഈ വരുമാനത്തിലൂടെ നിറവേറ്റുന്നത്. ബിരിയാണി വെക്കുന്നതും വിളമ്പുന്നതും പായ്ക്ക് ചെയ്യുന്നതും അത് ഡെലിവറി ചെയ്യുന്നതും സ്റ്റാഫ് അസോസിയേഷൻ തന്നെ. വികലാംഗരായ ആൾക്കാരെ കൊണ്ടുവിടെ നമ്മളെ വെളി ടൂറിസ്റ്റ് ഹോമിൽ കൊണ്ടുപോയിട്ട് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട കുട്ടി കല്യാണത്തിൻ്റെ കാറ്ററിംഗ് സർവീസ് നമ്മൾ ഈ കർമ്മസേന ചെയ്തു കൊടുത്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും ഇത്തരം മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇവർ രംഗത്തിറങ്ങിയിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെയാണ് ഇവരുടെ പ്രവർത്തനം. അപ്പം ഇതുവഴി സമാഹരിക്കുന്ന പണം ഇനി എത്താൻ പോകുന്നത് ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ വീടുകളിലേക്കുമാണ്. ഇത്രയും വലിയൊരു സംരംഭവുമായിട്ട് ഇവർ പോകുമ്പോൾ അത് സമൂഹ നന്മയുടെ മറ്റൊരു പാഠം തുറക്കുകയാണ്. ക്യാമറമാൻ നല്ലൈ മുരുകനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗൂഗിളെ ബിരിയാണിയുടെ രുചിക്കൊപ്പം കൂടുതൽ രുചി തീർച്ചയായും അവർ എന്തിന് ആ പണം ഉപയോഗിക്കുന്നു എന്നതിൻ്റെ കാര്യത്തിലാണ്. അത് ഭിന്നശേഷി കുട്ടികൾക്കല്ലേ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു മാർഗത്തിനായി ആ പണം ഉപയോഗിക്കുന്നതെന്ന് ഏറ്റവും നല്ല കാര്യമാണ്. അതെങ്ങനെയാണ്, അതാരുടെ ആശയമാണ്, നേരത്തെയും ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ, മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇവർ ഈ രാഷ്ട്രീയ ഭേദമന്യേ എന്നുകൂടി പറഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ലതാണ് അല്ലേ, അങ്ങനെ ഒരു ഐക്യബലവും കൂടി ഉണ്ടാകുന്നത്. എങ്ങനെയാണ് അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ? ഡിവിഷൻ കേരള വാട്ടർ അതോറിറ്റി ജീവനക്കാരാണ് ഇത്തരത്തിൽ ഒരു ബിരിയാണി ചലഞ്ചുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇവരുടെ സംഘടനയ്ക്കകത്ത് തന്നെ 3-4 പ്രവർത്തന മികവിൻ്റെ പേരിൽ 2-3 തട്ടിലായിട്ട് അത് തിരിച്ചിട്ടുണ്ട്. അത് ഒന്ന് ജലകർമ്മസേന, കർമ്മസേന, അങ്ങനെ 3-4 തരത്തിൽ ആ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കർമ്മസേനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനമായിട്ട് മുമ്പോട്ട് വന്നത്. അപ്പോൾ ബിരിയാണി സ്വാഭാവികമായിട്ടും സർക്കാർ ജീവനക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അവരുടെ സാമ്പത്തികത്തിൽ നിന്ന് കുറച്ച് തുക മാറ്റി കൊടുക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ ഇത്തവണ ചെയ്തത് ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ചുമായിട്ട് മുൻപോട്ട് വരിക. അപ്പം ഈ ബിരിയാണി ഒന്നും വിറ്റ് തീർന്നില്ലെങ്കിലോ അതുകൊണ്ട് തന്നെ അവർ ചെയ്തത് ജീവനക്കാർക്ക് തന്നെ, അതായത് ജില്ലയിലെ 2000-ലധികം വരുന്ന ജീവനക്കാർക്കായിട്ടാണ് ഇത്തരത്തിൽ ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു ദിവസം ഭക്ഷണം കൊണ്ടുവരേണ്ട, പകരം അവർ കൊണ്ടുവരുന്ന ഇത്തരത്തിൽ അവർ വെക്കുന്ന ബിരിയാണി തന്നെ കൊടുക്കാം. ഒപ്പം 120 രൂപ വീതമാണ് ബിരിയാണിക്ക് ഈടാക്കുന്നത്. അപ്പം ചിക്കൻ ബിരിയാണി വേണ്ടാത്തവർക്ക് വെജ് ബിരിയാണി, അല്ലെങ്കിൽ വെജ് കഴിക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റോ അങ്ങനെ മാറ്റത്തിൽ ഒരു ബിരിയാണിയും കൂടെ അതിനൊപ്പം ഉൾപ്പെടുത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇത്തരത്തിൽ തന്നെ ഇന്നത്തെ ദിവസം അത് ഭക്ഷണം വെച്ച് ഇവർക്കായിട്ട് എത്തിക്കുന്നു. അതുവഴി കിട്ടുന്നത് ഒരു 2,40,000-ഓളം രൂപയാണ്. അത് ഈ ഭിന്നശേഷി കുട്ടികൾക്ക്, ജില്ലയ്ക്കകത്തുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെ അത് വിനിയോഗിക്കുകയും ചെയ്യും. ഇതിനു മുൻപ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് മുൻപ് ഡിവിഷ് പറഞ്ഞ പോലെ രാഷ്ട്രീയ ഭേദമന്യേ എന്ന് പറയുമ്പോഴും ഇത് വാട്ടർ അതോറിറ്റിയുടെ തന്നെ സ്റ്റാഫ് അസോസിയേഷൻ്റെതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതിൽ ഈ ഭക്ഷണം വാങ്ങുന്ന ആളുകളൊന്നും തന്നെ മറ്റ് രാഷ്ട്രീയങ്ങളിൽ പെടുന്നവരായിരിക്കാം. എങ്കിൽ കൂടെ അതിനപ്പുറത്തേക്ക് ഒരു ജീവകാരുണ്യ ഒരു പാർട്ടിയുടെ കീഴിലാണെങ്കിലും എല്ലാവരും അത് വാങ്ങി അതിനോട് സഹകരിക്കുക, നല്ല ഉദ്ദേശത്തോട് രാഷ്ട്രീയ ഭേദമന്യേ സഹകരിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. ശരി, എന്തായാലും അവരുടെ ആ ഉദ്യമം ഇനിയും കൂടുതൽ നന്നായി മുന്നോട്ട് പോകട്ടെ. ശരി ഗോകുലെ.